നമ്മൾ എന്താണ് നമ്മളെ റുട്ടീൻ പറഞ്ഞാൽ അതേ റുട്ടീനിലേക്ക് അവരും വരും, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറവ തീരും. ഒരു പശുവിൻ്റെ ഒരു അറൗണ്ട് 7-8 10 ലിറ്ററൊക്കെ കറക്കുന്ന പശുവാണെങ്കിൽ അത്രയും സമയം മതി നല്ല മെഷീനാകുമ്പോൾ. പിന്നെ ഇതിൻ്റെ പ്രഷർ മെഷീൻ്റെ നിങ്ങൾ കറക്റ്റ് ഒരു 350-400 ഉള്ളിൽ നിർത്താൻ നോക്കുക, അതിൽ കൂടുതലാവരുത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഷിറീം ഡയറിയുടെ മെഷീനാണുള്ളത്. നമ്മളിവിടെ ലീസിനെടുത്ത സമയത്ത് ഇവിടെ ഫാമിൽ തന്നെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന മെഷീനാണ്. ഒരു ബക്കറ്റും ഒരു മെഷീൻ അവർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത് വന്നിട്ട് 2 ബക്കറ്റ് ഇടുന്ന മെഷീനാണ്. 1 HP മോട്ടർ വെച്ചിട്ട് ഓടുന്നത്, 300 LPM-ൻ്റെ 400 വരെ പ്രഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഒരു 3 ബക്കറ്റ് ഇട്ട് കറക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് നല്ല പ്രഷർ കിട്ടും. അതായത് ഇതിൻ്റെ പൾസേറ്ററിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിക്കാണ് ഇത് വർക്കാവുന്നതെന്നുള്ളത്. നിങ്ങൾ ഒരു 4-5 ബക്കറ്റ് ഇടുന്ന മെഷീനാണ് നിങ്ങൾ വെച്ചേക്കുന്നത്, നിങ്ങളൊരു 2 ബക്കറ്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രഷർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പശുവിന് നല്ല വേദനയായിരിക്കും. ഇത് കറന്നെടുക്കുമ്പോൾ ആ മെഷീൻ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര പശുവുണ്ട് അതിന് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ മെഷീനും വാങ്ങിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെഷീൻ കറവ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ അത് കാണിച്ചിട്ട്. മിക്കവാറും ആൾക്കാർ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കറക്കുന്നത് ഇതേതുണ്ട്. ഒരു സമയത്ത് 2 പിസ്റ്റനാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ അറിയാം. ഓപ്പോസിറ്റ് ഇതേതുണ്ടോ, ആദ്യത്തെ 2 എണ്ണം ഒരുമിച്ച് വർക്കാവുന്നുണ്ട്, അടുത്ത 2 എണ്ണം ഒരുമിച്ച് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റ് താഴുമ്പോൾ ആ സെറ്റ് പൊങ്ങും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഇത് വന്നിട്ട് ഈ കാണുന്നത് ലൈനറാണ്. ഇത് ലൈനറിൻ്റെ കപ്പ്. ഇത് വാക്വം ലൈനിൻ്റെ ലൈനാണ്. അപ്പോൾ ഇത് കൂടിയാണ് പാല് പോകുന്നത്. പാല് പോയിട്ട് ദേ ഇവിടെ കളക്റ്റ് ആവും. ഇത് എയറിൻ്റെ ലൈന്. ഈ കാണുന്നത് പാല് പോകുന്ന ലൈന്. വേണ്ട, ആൾമോസ്റ്റ് കറവ കഴിഞ്ഞു. ഇത് കൂടെ പാല് ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാല് പോയിട്ട് ഇതിനകത്ത് ഈ കാണുന്ന സാധനമാണ് പൾസേറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്യാന്. പാല് ഇത് കൂടെ പോയിട്ട് ക്യാനകത്തേക്ക് നിറയും. ഇത് നമ്മൾ ആ മെഷീനിലേക്കുള്ള ലൈനാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2-3 പശുവാണ് കറക്കുന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടെ വാക്വം ലൈനിലേക്ക് പാല് കയറി ലൈനിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ പശു എത്ര കറക്കുന്നുണ്ട്, 2 പശു കൊണ്ടാണോ നിങ്ങളുടെ ബക്കറ്റ് നിറയുന്നത് അതോ 3 പശു കൊണ്ടാണോ നിങ്ങളുടെ ബക്കറ്റ് നിറയുന്നുള്ളതിന് ഐഡിയ നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈനിനകത്തേക്ക് കംപ്ലീറ്റ് പാല് കയറിപ്പോയി ആ ലൈൻ മൊത്തം നിങ്ങൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്ന കണ്ടീഷനാവും. അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല വെച്ചാൽ